രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളുടെ താഴ്വരയിൽ കാടുകയറി നശിച്ച ഒരു പഴയ കോട്ടയുണ്ട്, ഭാംഗഡ്. പകൽ സമയത്ത് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അതൊരു പഴയ കെട്ടിടം മാത്രമായിരിക്കാം. എന്നാൽ സൂര്യൻ പടിഞ്ഞാറ് ചെരിയുന്നതോടെ ആ പ്രദേശം മുഴുവൻ വല്ലാത്തൊരു ഭയത്തിന്റെ നിഴലിലാകും. വർഷങ്ങൾക്ക് മുൻപ് ഭാംഗഡ് ഒരു മനോഹരമായ നഗരമായിരുന്നു. അവിടുത്തെ രാജകുമാരിയായിരുന്നു രത്നവതി. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിയാത്തവരായി ആ നാട്ടിൽ ആരുമില്ലായിരുന്നു. എന്നാൽ രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ഒരാൾ ആ നാട്ടിലുണ്ടായിരുന്നു, സിംഗിയ എന്ന മന്ത്രവാദി. കറുത്ത മാന്ത്രിക വിദ്യകളിൽ അഗ്രഗണ്യനായിരുന്ന അയാൾക്ക് എങ്ങനെയെങ്കിലും രത്നവതിയെ സ്വന്തമാക്കണമെന്നായിരുന്നു മോഹം. ഒരിക്കൽ രാജകുമാരിയുടെ ദാസി ചന്തയിൽ നിന്ന് സുഗന്ധ തൈലം വാങ്ങുന്നത് സിംഗിയ കണ്ടു. അയാൾ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ തൈലത്തിൽ ഒരു വശീകരണ മന്ത്രം ആവാഹിച്ചു. ആ തൈലം രാജകുമാരി ഉപയോഗിച്ചാൽ അവൾ തന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്നതായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. എന്നാൽ സിംഗിയയുടെ ചതി രാജകുമാരി തിരിച്ചറിഞ്ഞു. അവൾ ആ തൈലം ഒരു വലിയ പാറക്കെട്ടിലേക്ക് എറിഞ്ഞു. വശീകരണ മന്ത്രത്തിന്റെ ഫലമായി ആ പാറക്കെട്ട് ഉരുണ്ടു നീങ്ങി നേരെ ചെന്ന് സിംഗിയയെ ചതച്ചരച്ചു. മരണത്തിന് തൊട്ടു മുൻപ് ആ മന്ത്രവാദി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ നഗരത്തെ ശപിച്ചു. ഈ നഗരം നശിച്ചു പോകട്ടെ. ഇവിടെ ഇനി ആരും ജീവനോടെ ഇരിക്കില്ല. ഇവിടുത്തെ ആത്മാക്കൾക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കില്ല. വിചിത്രമെന്ന് പറയട്ടെ, അധികം വൈകാതെ തന്നെ ഭാംഗഡും അയൽ രാജ്യവും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ രാജകുമാരി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു. ഒരു രാത്രി കൊണ്ട് ആ രാജ്യം മുഴുവൻ ഒരു ശവപ്പറമ്പായി മാറി. ഇന്നും നാട്ടുകാർ വിശ്വസിക്കുന്നത് അന്ന് കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ ഇപ്പോഴും ആ കോട്ടയ്ക്കുള്ളിൽ അലഞ്ഞു നടക്കുന്നു എന്നാണ്. അവിടുത്തെ വീടുകൾക്ക് മേൽക്കൂര പണിയാൻ ശ്രമിച്ചവർക്കെല്ലാം ദാരുണമായ അന്ത്യം സംഭവിച്ചു. ഇന്നും ഭാംഗഡിലെ വീടുകൾക്ക് മുകളിൽ മേൽക്കൂരകളില്ല. സന്ധ്യ കഴിഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കുന്ന സ്ത്രീകളുടെ കരച്ചിലും വളകളുടെ കിലുക്കവും വിചിത്രമായ ഗന്ധവും ഇന്നും ശാസ്ത്രത്തിന് ഉത്തരം നൽകാനാവാത്ത ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് സർക്കാർ പോലും അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്, സൂര്യാസ്തമയത്തിന് ശേഷം ഇവിടേക്ക് പ്രവേശിക്കരുത്. ആ മന്ത്രവാദിയുടെ ശാപം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ടോ? രാത്രിയിൽ ആ കോട്ടയ്ക്കുള്ളിൽ കടന്ന സാഹസികർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ഇതിന്റെ ബാക്കി രഹസ്യങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ നിഗൂഢതകൾക്കായി പണ്ട് പറഞ്ഞു കേട്ട കഥ എന്ന ഈ പേജ് ഫോളോ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.